ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജിലാണ്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയാണ്. അമ്മ പാത്രം ഉണക്കാൻ പറ്റാത്ത മഴ വന്നിട്ട് പാത്രം മഴയത്ത് നനഞ്ഞു വരും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തെറിച്ചു പോകും ഗൈസ്. ഇന്നലെ എൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണെന്ന്. അത് ഇന്നലെ കണ്ടോ ആ വീഡിയോ? ഇന്നലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, കമന്റും ചെയ്യണേ. എൻ്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ പറയണേ. അവിടെ നമുക്ക് പൈസ എത്ര രൂപയാണ് ചോദിക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഹാൻകുട്ടൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സാധാരണ ഈ ചാനലിൽ മാക്സിമം ഞാൻ ഇഹാനെ കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്ന് വണ്ടി യാത്ര ചെയ്ത് വന്നപ്പോൾ പുള്ളിക്കാരൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര മടിയാണ് ഓരോന്ന് പറയാനായിട്ട്. ഞാൻ പുറകെ നടന്നിട്ടാണ് ഇത്രയെങ്കിലൊക്കെ പറയിപ്പിച്ച ആളെ കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് അവൻ പറയേണ്ട കാര്യങ്ങളൊക്കെ, ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഞാനാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറിയാലോ. ഇതാ കണ്ടില്ലേ, കക്ഷി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മടിയിലാണ്. എങ്കിലും നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ രസമാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട്. വലിയൊരു പൂമ്പാറ്റയുടെ ചിറകൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ ഈ സ്പോട്ട് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് ഇഹാൻകുട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. ഇഹാൻകുട്ടൻ അവിടെ ആ കട പോലെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇഹാൻ പറയുവാണ്, പപ്പേ അത് കടയാണ്, എനിക്ക് അവിടെ നിന്ന് മിഠായി വേണം എന്നൊക്കെ പറഞ്ഞ് പപ്പേനായിട്ട് അവിടെ പോയി മിഠായി തിന്നുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോഡാണെന്നും പറഞ്ഞ് അവൻ വണ്ടി ഓടിക്കുവാണ് അവിടെ കിടന്ന്. പിന്നെ അവിടെ ആ ബെഞ്ചിലൊക്കെ ഇരുത്തി ഇഹാനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ആൾക്ക് ഭയങ്കര മടിയായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ മിഠായിയൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞൊരു കണക്കിന് ഫോട്ടോയൊക്കെ എടുപ്പിച്ച്
കുഞ്ഞാ It was on vacation on a hot summer day. ഇത് നോക്കി, ആ ചേട്ടൻ അവിടെ ആ കുട്ടിയുടെ ഫോട്ടോ വരച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. We came from the same city, never met each other, and so far from home, predestined. I have to believe it. Under the bridge, it all began. Back then for us, eye to eye, hand in hand, we found each other. It has remained memories of that bridge. ഞാൻ നോക്കി, ആ കടുവയുടെ പുറത്ത് വലിഞ്ഞു കയറുന്നത്. അത് കണ്ടപ്പോൾ തൊട്ട് അവൻ അതിൽ കയറണമെന്നും പറഞ്ഞ് ബഹളം പറഞ്ഞ്. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് എൻട്രി പാസ് 200 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഇതിൻ്റെ അകത്ത് അധികം കാണാനില്ലെങ്കിലും അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അടുത്ത എക്സിബിഷനിലോട്ടാണ് പോണേ കേട്ടോ. അവിടെ നോക്കി, ഞങ്ങൾക്ക് പപ്പടമാണ്, വിവിധ തരം ഫ്ലേവറിൻ്റെ പപ്പടങ്ങളാണ്. ഞങ്ങളവിടെ നിന്നത് മിക്സ് ചെയ്തിട്ടുള്ള ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടം. അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുമായിരുന്നേ. പിഹാങ്കൂട്ടിനെ ടേസ്റ്റ് ചെയ്തപ്പോൾ പിഹാന് ഇഷ്ടപ്പെട്ട്, അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ. സാധാരണ ഇതുപോലെ എക്സിബിഷനിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ അങ്ങോട്ടിന് അത് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഞങ്ങൾ. പിന്നെ അവിടെ കുറേ നല്ല ഡ്രസ്സുകൾ, ട്രെൻഡിങ് ബാഗുകൾ, പിന്നെ വെറൈറ്റി ചെരുപ്പുകളൊക്കെ ആയിട്ട് വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ശരിക്കും ഒരു പള്ളി പെരുന്നാളിന് പോയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. നോക്കിയേ, പഴയകാല മിഠായികളൊക്കെയാണ് കേട്ടോ അത്. ഹിയാങ്കുട്ടിന് ഇപ്പം അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കാറില്ലേ. കുഞ്ഞിലേക്ക് കണ്ടു കഴിഞ്ഞ് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം അയാൾക്ക് അങ്ങനെ കളിപ്പാട്ടങ്ങളോട് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആള് ബഹളമായിട്ടോ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ ഇതിൽ കയറ്റി കേട്ടോ. 50-60 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ കയറുന്നതിന്. പിന്നെ കുറേ നേരം ഇങ്ങനെ കറങ്ങി പിന്നെ മതിയായ ആൾക്ക്. പിന്നെ ഇറങ്ങണമെന്നും പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു അവിടെ ഇരുന്നു. ടാറ്റാ. എങ്ങനെയുണ്ടായിരുന്നു ഹിയാങ്കുട്ട? പറ. അത് കയറാമല്ല, അത് പിള്ളേർക്കാം. വാ. അങ്ങനെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ലണ്ടൻ ബ്രിഡ്ജ് എക്സിബിഷനൊക്കെ നമ്മൾ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബായ്.